ചേലക്കരയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങിയിരിക്കുന്നു, EVM എണ്ണി തുടങ്ങിയിരിക്കുന്നു. സാലി പോസ്റ്റൽ വോട്ടുകൾ കഴിഞ്ഞ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കുന്നു ചേലക്കരയിൽ. ശരത്ത മനു, EVMിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. EVMിൻ്റെ ലീഡ് നിലയിലേക്ക് എത്തിയിട്ടില്ല. പോസ്റ്റൽ ബാലറ്റിൻ്റെ കൗണ്ടിങ് പൂർത്തിയാക്കിയിട്ടുമില്ല. പക്ഷേ പോസ്റ്റൽ ബാലറ്റിൻ്റെ ട്രെൻഡ് വ്യക്തമാണ്. 110 LDF സ്ഥാനാർത്ഥി UR പ്രദീപിൻ്റെ ലീഡ്. അതായത് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ട് അതേ ട്രെൻഡിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2021 2400 പോസ്റ്റൽ വോട്ടുണ്ടായിരുന്നതിൽ 1530 കെ രാധാകൃഷ്ണന് LDFന് അനുകൂലമായിട്ടായിരുന്നു. 865 മാത്രമാണ് UDF അന്ന് കിട്ടിയത്. സമാന ഒരു ട്രെൻഡ് തന്നെ ഇത്തവണയും പോസ്റ്റൽ വോട്ടിൻ്റെ കാര്യത്തിലുണ്ട്. 1418 പോസ്റ്റൽ വോട്ടാണ് ഉള്ളത്. അതിൽ ഇപ്പോൾ ഏതാണ്ട് 4/1 പോസ്റ്റലോട്ട് എണ്ണി പൂർത്തിയാക്കിയപ്പോൾ 110 വോട്ടിലേക്ക് കടന്നിട്ടുണ്ട് ലീഡ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതിനർത്ഥം പോസ്റ്റൽ വോട്ടിൽ സാധാരണ LDF ട്രെൻഡ് പ്രകടമാണ്. അതേ ട്രെൻഡ് പോസ്റ്റൽ വോട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോഴുണ്ട്. അല്പസമയത്തിനകം തന്നെ EVMിലേക്ക് കിടക്കും. EVM നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ വരവൂർ പഞ്ചായത്തിലെ 13 ബൂത്തുകളും പ്രിയങ്കയുടെ ലീഡ് 2400 എന്നതിൽ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഏറ്റവും പുതിയ ലീഡ് നില നോക്കൂ. 2400 വയനാട്ടിൽ, അതുപോലെ തന്നെ രമ്യ ഹരിദാസ് ചേലക്കരയിൽ പിന്നിലാണ് പോസ്റ്റൽ വോട്ട് എണ്ണുന്ന ഘട്ടത്തിൽ. പ്രദീപ് അവിടെ 110 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. പാലക്കാട്ട് BJPയുടെ പോസ്റ്റൽ വോട്ടിലെ ലീഡ് 45. ഇപ്പോൾ 2400, 45, 118. രമ്യ ഹരിദാസ് ഈ ഘട്ടത്തിൽ പിന്നിലാണ് എന്നുള്ളതാണ് ആ കാർഡിലൂടെ പ്രേക്ഷകരുമായി ചേലക്കരയിൽ നിന്ന് പങ്കുവെക്കുന്ന വിവരം. പ്രദീപ് മുന്നിൽ ലീഡ് ചെയ്യുന്നു. അപ്പുറത്ത് കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നു. BJP, പ്രിയങ്ക വയനാട്ടിൽ ലീഡ് ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ ഈ പോസ്റ്റൽ വോട്ട് കഴിഞ്ഞ് EVM വോട്ടിംഗ് മെഷീൻ എണ്ണുന്നതിലേക്ക് ചേലക്കര മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം വന്നിട്ടുള്ള. 121 ലീഡിലേക്ക് എത്തുന്നു ചേലക്കരയിൽ. LDF സ്ഥാനാർത്ഥി പ്രദീപ് 121 ലീഡിലേക്ക് ഈ സമയത്ത് എത്തുന്നു എന്നതാണ് മറ്റൊരു പുതിയ വിവരം അവിടെ നമ്മുടെ മുൻപിലേക്ക്. അതായത് തപാൽ വോട്ടുകളുടെ ഒരു പാറ്റേൺ നോക്കിയാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ഇടതുമുന്നണിക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു മേൽക്കൈ അത് അതേപടി നിലനിൽക്കും വിധത്തിൽ തന്നെ ലീഡ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന ഇതിൻ്റെ ഒരു ട്രെൻഡ് കാട്ടുന്ന ഒരു സൂചന. മറുഭാഗത്ത് UDFന് തപാൽ വോട്ടുകളിൽ വലിയ ഒരു മുൻതൂക്കം വയനാട്ടിൽ കാണുന്നുണ്ട്. 11,000-ൽ പരം വോട്ടുകളാണ് തപാൽ വോട്ടുകളുള്ളത്. 2415 എന്ന് പറയുന്ന നല്ല ലോക്സഭാ മണ്ഡലമാണ്. 7 നിയോജക മണ്ഡലങ്ങൾ ചേരുന്ന ലോക്സഭാ മണ്ഡലത്തിൽ 11,000 വോട്ടുകൾ തപാൽ വോട്ടുകൾ. UR പ്രദീപ് തുടക്കം മുതൽ ഈ തപാൽ വോട്ട് എണ്ണുന്ന ഓരോ ഘട്ടത്തിലും ഓരോ മിനിറ്റിലും പ്രദീപ് തന്നെയായിരുന്നു മുന്നിൽ. ഇപ്പോൾ അവിടെ വോട്ടിംഗ് മെഷീൻ വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. വരവൂർ പഞ്ചായത്തിൻ്റെ വോട്ടുകൾ 1 മുതൽ 13 വരെയുള്ള ബൂത്തുകൾ ആണ്. 1 to 13 ആണ് അവിടുത്തെ വരവൂർ പഞ്ചായത്ത്.